ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ലോഗ് അല്ല, കാപ്പിയോടി ചായയോടി കഴിഞ്ഞു. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. മഴയ്ക്ക് ഇന്നും ഒരു ഒഴിവൊന്നും ഇല്ല കേട്ടോ. ഞാനൊന്ന് കുളിച്ചു, പനി മാറിയിട്ടൊന്നുമില്ല, എന്നാലും ഒന്ന് കുളിച്ചു കേട്ടോ. കുളിച്ചപ്പോൾ എനിക്കൊരു പനി കുളിച്ചു എന്ന് പറഞ്ഞാൽ 2 ദിവസം കുളിക്കാണ്ടിരുന്നതല്ല കേട്ടോ. എന്നുവെച്ചാൽ തല നനച്ചിട്ടുണ്ടായിരുന്നല്ലേ ഞാൻ 2 ദിവസം. പനി മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് അവനിപ്പോൾ ഒന്ന് മാറാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്തില്ല. നല്ലോണം എണ്ണയൊക്കെ തേച്ച് കുളിച്ചു. ഇനി പനി വരികയാണെങ്കിൽ വരട്ടെ, പോവുകയാണെങ്കിൽ പോട്ടെ, അങ്ങനെ വിചാരിച്ചിട്ട് കേട്ടോ. മുടി നല്ല പൊടിയണം. അപ്പോൾ നമുക്കിനി ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇന്നിപ്പോൾ ചായക്ക് കാര്യമായിട്ട് ഒരു മിനിറ്റ്. ഇന്നിപ്പോൾ ചായക്ക് കാര്യമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ബ്രെഡ് ഓംലെറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ 2 മുട്ട ബാക്കിയിരിക്കും. ഇതിന് ഉച്ചാമ്മ എന്തുണ്ടാക്കും എന്നുള്ള ടെൻഷനാണ് കേട്ടോ. അപ്പോൾ ഈ മീനില്ലാത്തതുകൊണ്ടേ വലിയ പാടാണ് ഈ ഒരു ചോറും കറിയും എന്തുണ്ടാക്കും എന്നുള്ളത്. അതാണ് ആകെ കൂടെ ഒരു പ്രാന്ത്. അപ്പോൾ മുരിങ്ങടല മുട്ടിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം ഞാൻ നിൽക്കണം. ഞാൻ ഇറങ്ങാൻ നേരം മഴ പെയ്യും. പിന്നെയും ഞാനൊന്ന് ഇറങ്ങാൻ നേരം ആ മഴ ഇങ്ങോട്ട് നിൽക്കണമല്ലേ, ചെറുപ്പിനെ പെയ്തോണ്ടിരിക്കുക. പിന്നെ അടുത്ത മഴ കൊള്ളണ്ടല്ലോ, മാറട്ടെ. അവർ നമുക്ക് ചായ കുടിച്ച 2 പാത്രം കഴുകാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ചോറ് വയ്ക്കാം, കുക്കറിലിടാം. അപ്പോൾ എന്നാൽ ഇപ്പോൾ 2 നേരത്തിനും ആവും. അങ്ങനെ ചെയ്യാം. അപ്പോഴേക്കും മഴ ഒന്ന് മാറുന്ന സമയം കൊണ്ട് നമുക്ക് മുരിങ്ങടല പോയിട്ട് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടുവരികയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം. നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം മെല്ലെ മെല്ലെ. ഇനിയിപ്പോൾ എപ്പോഴാണ് കറണ്ട് പോകുമെന്നറിയില്ല. മഴ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കറണ്ട് അങ്ങോട്ട് പോകും. പിന്നെ എപ്പോഴാണ് വരാമെന്നും ഉണ്ടാകും. എന്നിട്ട് നമുക്ക് അരി ഇടാം കേട്ടോ. അരി ഇടാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു ബക്കറ്റിലാണ് കേട്ടോ അരി ഇട്ട് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ ആ ഇരിക്കുന്ന 2 ഗ്ലാസ്, അതിലുള്ള 2 ഗ്ലാസ്സിന് 2 ഗ്ലാസ് 2 ഗ്ലാസ് ഉണ്ടായാലും നമുക്ക് 2 നേരത്തിന് അടിപൊളിയായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അരിയൊക്കെ എടുത്തിട്ട് ഇനി നമുക്കത് കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കാം. ഇത് നമുക്ക് 2 നേരത്തിനുണ്ടാവും കേട്ടോ ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് തണുപ്പും കൂടെ അല്ല, അതുകൊണ്ട് പെട്ടെന്ന് കേടൊന്നും ചീത്തയൊന്നും ആവില്ല. നമുക്ക് ആദ്യം അരി കുക്കറിലിട്ടിട്ട് ബാക്കി പരിപാടികൾ നോക്കാം കേട്ടോ. അല്ലാത്ത മടിയാക്കണം ഉറങ്ങാനാ തോന്നുന്നു. ഭയങ്കര ക്ഷീണം അങ്ങോട്ട് വിട്ട് പോകണില്ല. അപ്പോൾ എന്തായാലും ക്ഷീണം നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ട് തട്ടിക്കൂട്ടാം ആവശ്യമാകുമ്പോഴത്തെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കിടക്കുകയാണെങ്കിൽ വലിയ സീനൊന്നുമില്ലല്ലോ. റേഷനരി ആണെങ്കിൽ ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടൊക്കെയാണ് ഞാൻ കഴുകാറ്. ഇന്നിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും നിൽക്കണില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ ഞാൻ നല്ല തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് കഴുകാറുണ്ട്. നല്ല കച്ചറയൊക്കെ ഉള്ള അരിയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെയുള്ള അരികളൊക്കെ ഞാൻ അങ്ങനെ കഴുകാറുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം വാഷ് ചെയ്യും കേട്ടോ. അടുപ്പിലാണ് നമ്മൾ ചോറ് വയ്ക്കണമെങ്കിൽ എന്തായാലും ചൂടുവെള്ളം വെച്ചിട്ട് ഞാനത് കഴുകാറുണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു ചൂടുവെള്ളം എപ്പോഴും അതിനകത്ത് ഉണ്ടാവുമല്ലോ. ഇതിപ്പോൾ എക്സ്ട്രാ ഒരു ചൂടുവെള്ളം ആക്കേണ്ട മടിക്ക് ഞാനിങ്ങനെ ഒരു 5-6 പ്രാവശ്യം കണ്ട് കഴുകിയിട്ട് നമ്മൾ ആ കുക്കറിൽ ഒരു 3/4 ഭാഗത്തോളം വെള്ളം വയ്ക്കും. 3/4 ഭാഗത്തിൻ്റെ മേലോളം വെള്ളം വയ്ക്കും കേട്ടോ. ഇതാകുമ്പോൾ ഏറ്റവും എളുപ്പമാണ്. എന്താ വെച്ചാൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ചോറായി കിട്ടും. മറ്റേത് അടുപ്പ് കത്തിക്കാനും വിറകും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പാടാട്ടോ. കുക്കറിലാണെങ്കിൽ നമുക്ക് സുഖമാണ്. ഉച്ചയാകുമ്പോഴേക്ക് ചോറ് വെച്ചാൽ 2 നേരത്തിന് അടിപൊളിയായിട്ടാവും. ഇനിയിപ്പോൾ 1.5 ഗ്ലാസ് വെച്ചാൽ രാത്രിയിൽ 1 ഗ്ലാസും കൂടെ വെച്ചാൽ മതി. അങ്ങനെ ആവും കേട്ടോ. അപ്പോൾ ചോറൊക്കെ വെച്ചിട്ട് നമുക്ക് 2-3-4 പാത്രം കൂടെ ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. ചായ കാപ്പി കുടിച്ച പാത്രങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പീഡ് കിട്ടണില്ല. ഈ ഒരു പനി കഴിഞ്ഞതിൻ്റെ ശേഷം നല്ലോണം ബോഡി പെയിൻ, എനിക്ക് വിരൽ സഹിതം നല്ല വേദന ഉണ്ട് കേട്ടോ, പെയിൻ ഉണ്ട്. അത്രയും ബോഡി പെയിനും കാര്യങ്ങളൊക്കെ. തല ഇങ്ങനെ കുമ്പിടുമ്പോഴൊക്കെ അല്ലേ തലയുടെ മേലെ ഒരു 8-10 കിലോൻ്റെ എന്തോ സാധനം ഇരിക്കണ പോലത്തെയൊക്കെ ഒരു തലയുടെ കനം അത്രയും ഉണ്ട് കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കൈയോടെ എടുത്ത് വെക്കുകയാണ്. നമുക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് അതങ്ങനെ മാറ്റിയിട്ടിട്ട് ഒന്നും കാര്യമില്ലല്ലോ, വേറെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ലല്ലോ. പിള്ളേരുണ്ടെങ്കിൽ പിള്ളേർ സഹായിക്കാറൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ക്ലാസ് ഉള്ളതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ എനിക്കൊരു മാർഗ്ഗം കുറച്ച് ഇങ്ങോട്ട് ഭേദമായി കഴിഞ്ഞാൽ ഞാൻ ചെയ്യണത് തന്നെയാണ് ഏറ്റവും ഇഷ്ടം. എന്താ വെച്ചാൽ ഞാൻ ആ ചെയ്യുന്ന ഒരു ഇത് എനിക്ക് കിട്ടില്ലേ, കുട്ടികളാകുമ്പോഴും ആരായാലും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിങ്ങോട്ട് വേവിക്കുമ്പോൾ നമ്മളൊരു ഇരട്ടി ചെയ്യും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അധികം ക്ഷീണവും കാര്യങ്ങളൊക്കെ ആവും. പിന്നെ അവിടെ പോയി കിടക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പോക്ക് പോണത് കേട്ടോ. ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പനിയായിട്ട് മേക്കപ്പിനൊരു കുറവില്ലല്ലോ എന്നുള്ളത്. ഇന്നിപ്പോൾ ഞാൻ പറയുമ്പോൾ ലിപ്സ്റ്റിക്കേലും ഇട്ടുമെന്ന് വിചാരിക്കാം. ഇന്നലെ ഒന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എന്താണ് ഈ മേക്കപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഫൗണ്ടേഷനും എന്താ പറയുക ഐലൈനറും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ അറിവിൽ മേക്കപ്പ് എന്നുള്ളതിനെ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു പൊട്ടിട്ട് ഒരു ലിപ് ബാം ഇടുന്നതിനൊന്നും ഒരു മേക്കപ്പായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ വേറൊരു മാർഗ്ഗമില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ എനിക്ക് കുളിച്ച് കഴിഞ്ഞാൽ ഒന്ന് കണ്ണെഴുതി പൊട്ട് തൊട്ട് ഒരു കുറി ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാണ് കേട്ടോ. അതിനകത്ത് മേക്കപ്പ് എന്ന് കാര്യമായിട്ട് പറയാൻ വേണ്ടിയിട്ടുണ്ടോയെന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാ. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ താ നമ്മൾ ഇനി ഉരുളക്കിഴങ്ങ് ഒരെണ്ണം ഇരിക്കേണ്ട, അതങ്ങോട്ട് വറുത്താൽ കുട്ടികൾക്ക് എന്തെങ്കിലും, നമുക്ക് ഈ മീനില്ലാത്തതുകൊണ്ട് എന്തൊക്കെ വെച്ചാലാണ് എന്തെങ്കിലുമൊക്കെ കൂട്ടാൻ പറ്റുക എന്നുള്ളത് അറിയില്ല. എനിക്ക് പനി പിടിച്ച്
കഴിഞ്ഞാലേ എല്ലാവർക്കും പനി പിടിച്ച് കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നില്ലല്ലോ. എനിക്ക് നേരെ തിരിച്ചാണ് കേട്ടോ. എനിക്ക് ഹെവി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം. പൊറോട്ട, ബീഫ്, അതുപോലെ മന്തി, ബിരിയാണി അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. കഞ്ഞി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും ഈ പനിയായിരിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു ചൊടിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാമെന്നുള്ള ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മൾ 2-3-4 ചെറുള്ളിയൊക്കെ കറിക്ക് വേണ്ടിയിട്ട് ആക്കി വെച്ചു. ഒരു കിഴങ്ങ് ഉണ്ടായിരുന്നു, അത് നമുക്ക് മസാല ആക്കാന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് പിള്ളേർക്ക് ഇഷ്ടമാട്ടോ കിഴങ്ങ് പൊരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഈ മുരിങ്ങയില പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മണിക്കൂർ നേരമായി വെയിറ്റ് ചെയ്ത് നിൽക്കണു. ഇതുവരെ മഴയ്ക്ക് ഒരു ഒഴിവില്ല കേട്ടോ. ഇങ്ങനെ വട്ടത്തിൽ അങ്ങനെയും പൊരിക്കുക. ഇതിപ്പോൾ ഒരെണ്ണ ഉള്ളതുകൊണ്ട് ഞാൻ എന്താ നീളത്തിലാണ് കേട്ടോ അരിഞ്ഞു കൊടുക്കണം. പൂജയ്ക്കും കണ്ണൻകുട്ടിക്കും ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പൊരിക്കുന്നത്. നമ്മുടെ പൊട്ടറ്റോ പൊരിക്കണതും അതുപോലെ തന്നെ സോയാബീനൊക്കെ നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. 2 മുട്ട ഇരിക്കുന്നത് ആയിരിക്കണുണ്ടോ, അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ എന്ന് പറയുന്നത് കിട്ടില്ല. ഈ പച്ചക്കറി ആവുമ്പോഴുള്ള പ്രശ്നമാണത്. അപ്പോൾ നമുക്ക് ഇറച്ചി മീനൊക്കെ കിട്ടുകയാണെങ്കിൽ വേറെ ഒരു ചിന്തയും ചിന്തിക്കാണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ അത് നമ്മുടെ പൊട്ടറ്റോയ്ക്ക് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ പൊടി, ഉപ്പ് എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് തിരുമ്മി വെച്ചു. അതങ്ങനെ ആവട്ടെ. മഴയ്ക്ക് ഒരു കുറവ് ഇടല പൊട്ടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഇന്നും നമ്മൾ പരിപ്പ് കുത്തി വറുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. സംഭവം ഇവിടുന്ന് കിട്ടുമൊക്കെ ചെയ്യും കണ്ട. പക്ഷെ എന്താ അറിയോ, കൊമ്പ് പൊട്ടും ഞാൻ ഇവിടുത്തെ പിടിച്ച് വലിക്കുമ്പോൾ. അതാണ് പ്രശ്നം. ഒരു മാർഗ്ഗം ഇല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കൊമ്പ് വലിച്ചിട്ട് പൊട്ടിക്കാം. ഒരു തോട്ടി കൊണ്ട് ഇങ്ങോട്ട് പിടിച്ച് വലിച്ചാലൊക്കെ കിട്ടും. പക്ഷേ കൊമ്പ് പൊട്ടുമ്പോഴേ സങ്കടം. എന്ത് മഴയാണത്, ഒരു നാണവും മാനവും ഇല്ലാത്ത മഴ. നോട്ടൊക്കെ കുരു കൊണ്ടു കുഞ്ഞ്. ഞാനേ അടിച്ചു വാരട്ടെ. തുടയ്ക്കാൻ നമ്മൾ വൈകിട്ട് തുടച്ചുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഉമ്മറത്ത് ഇവിടെ അടിച്ചു വാരിയിട്ടാലും ഇല്ലെങ്കിൽ കഴുകിയിട്ടാലൊക്കെ കണക്കാം. വൈകിട്ട് നോക്കാം. നമ്മൾ റൂമൊക്കെ ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വാരിയിടാം. ചോറായിട്ട് വിസിൽ വന്നു. ഇനി പരിപ്പ് വെച്ചിട്ട് പരിപ്പായിട്ട് വലിയ കാര്യമൊന്നുമില്ല. മുരിങ്ങടല കിട്ടാണ്ട് അടിച്ചു വാരാം. എന്തായാലും മഴ മാറിയിട്ട് മുരിങ്ങയില പൊട്ടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ എന്താക്കി വെച്ചാൽ നമ്മുടെ റൂമുകളൊക്കെ ഒന്ന് അടിച്ച് വരാമെന്ന് വിചാരിച്ചു. ഉമ്മറത്തൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ മഴയാണെങ്കിൽ അടിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റൂമുകളും കാര്യങ്ങളൊക്കെ കൊലായൊക്കെ തന്നെ അടിച്ച് വാരി ഇട്ട് കഴിഞ്ഞാൽ ഒരു വൃത്തിയായി കിടന്നോളൂ. മറ്റേത് നമ്മൾ ഈ മുടി ചീകേൻ്റെയും ഇപ്പം മുടി ഒഴിച്ചാൽ എനിക്ക് പൂജയ്ക്കൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ. അതും പിന്നെ പൊട്ടും പൊടിയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ തലേദിവസമല്ല വൈകിട്ടാണ് നമ്മൾ അടിച്ച് വാരി തുടയ്ക്കാറെന്ന് ഞാൻ പറയാറുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയൊക്കെ ചോർന്നിട്ടാണ് കേട്ടോ. ഞാൻ അവിടെ അങ്ങനെ ഒരു കുഞ്ഞ കഷ്ണങ്ങളില്ലെങ്കിൽ ഞാൻ തലടിച്ച് ടപ്പേ തന്നെ വിടാനൊക്കെ വേണ്ടിയിട്ട് പോയായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ ചോരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാനൊരു തുണി വെച്ചിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ പാത്രങ്ങൾ ഇങ്ങനെ നിരത്തി വെക്കണ്ടേ, അത് മടിച്ചിട്ട് ഞാൻ ഒരു തുണി ഇടും. എന്നിട്ട് അവിടെ ഇങ്ങനെ അപ്പാടെ ആ തുണിയോട് ഇങ്ങനെ തുടച്ച് പോരും കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ തുടയ്ക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഇനി മഴ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മഴ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുരിങ്ങയില പൊട്ടിക്കാൻ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അടിച്ചുവാരലൊക്കെ ഒരുവിധം കഴിഞ്ഞ് നിന്നപ്പോഴേക്കും മഴയൊക്കെ പോയിട്ടാണ്. അപ്പം ഞാൻ ഏതായാലും നമുക്കിനി കയ്യോടെ പോയിട്ട് കുറച്ച് മുരിങ്ങയില പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ നല്ല വൃത്തി ഉണ്ട് കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട്. മറ്റേത് ഇവിടെ പൊന്തൊക്കെയാണെങ്കിൽ ആകെ പേടിയായിരുന്നു. ഈ ഒരു ഭാഗം എനിക്കും ബുദ്ധിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ മേലെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. വേനൽക്കാലത്ത് ഞങ്ങൾ മിക്കതും രാത്രി നട്ടപ്പാതിരക്കൊക്കെ ഇവിടെ ഒരു പായ ഇട്ടിട്ട് തലവണയും കൊടുത്തിട്ട് ഇവിടെ കിടക്കാറാണ് പതിവ്. ഷാജിട്ടും കുറച്ച് നേരം വൈകിട്ടല്ലേ വരുള്ളൂ. അതുവരെ ഞങ്ങൾ അവിടെ കിടക്കും. പിന്നെ ഒന്ന് നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് തണുത്ത്, നമ്മുടെ ശരീരം മൊത്തം ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ വേഗം ഉള്ളിൽ പോയി കിടക്കും കേട്ടോ. ഇവിടെ നല്ല ഉഷ്ണമാവാറുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ മഴക്കാലത്ത് ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് വലിയ രസമൊന്നുമില്ല. എന്നാൽ ആകെ നനഞ്ഞിട്ടായിരിക്കും. സ്റ്റൂളോ കസേരയൊക്കെ ഉണ്ടെങ്കിൽ രസമാണ് കേട്ടോ. വൈകിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് അവിടുന്ന് മുരിങ്ങയിലൊക്കെ പൊട്ടിച്ചു. നമുക്ക് പാകത്തിന് ഒരു കറിക്കുള്ളത് മതി. ഇവിടെ നമുക്ക് മുരിങ്ങയിലയും പരിപ്പോ മുരിങ്ങയിലയും ചക്കക്കുരോ അല്ലെങ്കിൽ മുരിങ്ങയില മാത്രം താളിച്ചതോ ഉപ്പേരിയോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ വേറെ രണ്ടാമത് വേണമെന്നൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് മീനൊന്നും കിട്ടാത്തതുകൊണ്ട് കിട്ടുട്ടോ. മീൻ നമ്മൾ വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസത്തോളമായിട്ടുണ്ടാവും. എനിക്ക് പേടിയാട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ ചോദിക്കുന്നവരൊന്നും മിക്കതും ആരും വാങ്ങണില്ല. മുരിങ്ങയില കിട്ടിയിട്ടോ. ഒന്നും ഇങ്ങോട്ട് മഴ മാറിയപ്പോൾ നമ്മൾ ടപ്പേനെ പോയി പൊട്ടിച്ചിട്ട് വന്നു. ഇനി നമുക്ക് പരിപ്പ് വേവിക്കാൻ വെച്ചിട്ട് ഇത് കുറച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജീരകട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഇതിവിടെ ഇനി നമുക്ക് പരിപ്പ് കഴുകിയിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. കുറച്ചേ ഉള്ളൂ, മതിയോ? ചൂടെടുക്കാൻ നേരത്തിന് ഈ പെരണ്ടില്ലെങ്കിലോ. ഇത് രണ്ട് ഐറ്റം പരിപ്പാണ് കേട്ടോ. ഒന്ന് പെട്ടെന്ന് വേണതും അത് പെട്ടെന്ന് വേവാത്തത്. എന്തായാലും ഒരു അരപ്പിടിയും കൂടെ ഇടാം. എന്നാൽ പിന്നെ രാത്രിയിലേക്ക് ഇനി എന്താ കറിയെന്ന് ചോദിച്ചിട്ടാണ് വേറെ വേണ്ടത്. ഇത്
വേവുമ്പോഴേക്കും മുരിങ്ങയുടെ എല്ലാം ഉണ്ടാകും. ഇതങ്ങനെ കിടന്നാവട്ടെ കേട്ടോ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും 2 പച്ചമുളകും കൂടെ കീറിയിടാം. ഉണ്ടക്കും പച്ചമുളകാ, അതുകൊണ്ട് വേറെ എണ്ണയും കീറിയിടുന്നുള്ളൂ. ഇതങ്ങനെ വേണ്ടേ. ഇനി മുരിങ്ങയിടാനുണ്ടാകും. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടേക്ക് ഒന്ന് ഒതുക്കി പെറുക്കി വെക്കാം കേട്ടോ. എനിക്ക് ഇങ്ങനെ ഒരു തുള്ളി വെള്ളമോ കാര്യങ്ങളോ ഇവിടെ ഈ കിച്ചൺ ടാബിൻ്റെ മേലെ കാണുന്നത് വലിയ ചെടുപ്പാണ് കേട്ടോ. എനിക്ക് അപ്പം തുടച്ചിട്ടില്ലെങ്കിൽ ഒരു വൃത്തിയേടാ. അപ്പോൾ പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മുരിങ്ങയിടയിൽ വരാൻ വേണ്ടിയിട്ട് നിൽക്കാം. എപ്പോഴാണ് കറണ്ട് പോകാമെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇവിടെ പിന്നെ വേനൽക്കാല വർഷക്കാലം എന്നൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും കറണ്ട് പോകും. പിന്നെ അതിന് തോന്നിയ സമയത്തേ വരുള്ളൂ. പിന്നെ നമ്മൾ KCBക്ക് ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കണം. അവരാണെങ്കിൽ ലൈൻ ബിസി ആക്കിയിരിക്കുകയും ചെയ്യും. അങ്ങനെപ്പോൾ നട്ടപ്പാതിരൊക്കെയാണ് ഇപ്പോൾ കറണ്ട് പോകും കേട്ടോ. കറണ്ട് പോയി കഴിഞ്ഞാൽ കൊതു വന്നിട്ട് നമ്മൾ എടുത്ത് കൊണ്ടിട്ട് ചിലപ്പോൾ വളാഞ്ചേരി അങ്ങാടിയിലൊക്കെ കൊണ്ട് വയ്ക്കുമോ തോന്നും, അത്രയും കൊതുകായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. മുരിങ്ങയിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ കോലും കാര്യങ്ങളൊക്കെ അപ്പാടെ കയ്യോടെ അവിടെ അങ്ങോട്ട് വൃത്തിയാക്കിയിട്ടു. ആകെ കൂടെ പരന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് മുരിങ്ങയിലയിൽ നിറയെ വെള്ളമായിരുന്നു മഴയത്ത് നിന്നിട്ടേ. അപ്പം അതിന് രണ്ടാമത് കഴുകേണ്ട ആവശ്യമൊന്നും ഇല്ലെങ്കിൽ കൂടെ എനിക്ക് എന്തൊരു മനസ്സമാധാനക്കേടാണ് കേട്ടോ. ഞാനോടൊന്ന് കഴുകുകയെ. പണ്ടൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്മയൊന്നും മുരിങ്ങയില ഞാൻ ഈ മഴയത്തൊന്നും കഴുകണം കണ്ടിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ മഴയത്തൊക്കെ അഴുക്കൊക്കെ പോകുമല്ലോ. നമ്മൾ വെറുതെ ഒരു പ്രാന്തിന് ഇങ്ങനെ കാട്ടി കൂട്ടാന്നേ ഉള്ളൂ. അല്ലാതെ ഇപ്പം മഴയത്തിരിക്കുന്ന ഇലയ്ക്കൊന്നും കേടോ കാര്യങ്ങളോ അല്ലെങ്കിൽ പൊടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ. ഞാനൊരു ഓളത്തിന് അങ്ങോട്ട് കഴുകി. അപ്പോഴേക്കും നമ്മുടെ പരിപ്പൊക്കെ വെന്തപ്പോൾ ഞാനിതാ മുരിങ്ങയിലൊക്കെ ഇട്ട് കൊടുത്തു. ഇതിൽ ആ പച്ചമുളകിൻ്റെ എരിവനുണ്ട് കേട്ടോ ധാരാളം. ഇപ്പോൾ ഒന്നാമത് ഈ പനിച്ചിട്ടാ തോന്നുന്നു എല്ലാത്തിനും എരിവ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മുടെ മുളക് പൊടിയുടെ കാര്യം അറിയാമല്ലോ. അപ്പോൾ മുളക് പൊടിയൊന്നും നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇളക്കിയിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് നടച്ചു വെച്ചു. ആ സമയം കൊണ്ട് ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. എന്താ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ക്ഷീണം കഴിയുന്ന നിൽക്കണേ ഇല്ല. ഞാൻ ഈ നിൽക്കണ പോലെയല്ല, എനിക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങോട്ട് കുഴഞ്ഞു പോയിട്ട് ഞാൻ ചിലപ്പോൾ ഇവിടെ ഈ കിച്ചണിൻ്റെ ഈ ഒരു ഓരത്തന്നെ കിടക്കാറുണ്ട് കേട്ടോ. അത്രയും ക്ഷീണമുണ്ട്, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ വേവണ സമയം കൊണ്ട് അവിടേക്ക് ഒന്നുകൂടെ തുടച്ച് വൃത്തിയാക്കി വെച്ചു. എവിടേക്കോ വെള്ളം കാണിച്ച് അവിടേക്ക് ഞാൻ തുടക്കി കേട്ടോ. ഒന്നാമത് ഇവിടെയൊക്കെ ചോർന്നിട്ട് അവിടെ ഇവിടെയൊക്കെ വെള്ളം. അപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു അറപ്പ് പോലെ തോന്നിട്ടോ. എനിക്ക് മഴക്കാലത്ത് സ്വതവേ വെള്ളക്കളി കാണുന്നതേ പ്രാന്ത. വീടിനകത്ത് കേട്ടോ. പുറത്ത് പിന്നെ വലിയ സീനൊന്നുമില്ല, നമ്മൾ പുറത്തേക്ക് ഇറങ്ങണമെന്നില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് വെണ്ടയ്ക്ക് അങ്ങോട്ട് പൊരിക്കാൻ വിചാരിച്ച് ഞാൻ ആ കുക്കർ അങ്ങോട്ട് മാറ്റി വെച്ചു, ചെറിയ സിമ്മിലേക്ക് ആക്കി വെച്ചു. ഇനി നമുക്ക് വെണ്ടയ്ക്ക് അങ്ങോട്ട് പൊരിച്ചെടുക്കാം. ഓരോ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് കഴിഞ്ഞില്ലേ. നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ അപ്പപ്പെടുന്ന വീഡിയോസ് അന്നന്ന് അപ്ലോഡ് ചെയ്യണ കൊണ്ടും എക്സ്ട്രാ ഒരു വീഡിയോ ഇല്ലാത്തതുകൊണ്ടും വലിയ പാടാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ നമുക്ക് രണ്ട് വീഡിയോ ഒക്കെ എക്സ്ട്രാ വരാറുണ്ട്. അതുകൊണ്ട് വലിയ പാടൊന്നും ഉണ്ടാവാറില്ല. ഇപ്പോൾ നമുക്ക് ഷോർട്സും വീഡിയോസും ഒക്കെ 2-3 വെച്ച് അപ്ലോഡ് ചെയ്യണോണ്ട് വലിയ പാടാണ് കേട്ടോ ഒറ്റയ്ക്ക്. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് ഒന്നും കൂടി ഇരിക്കുമ്പോഴേക്കും അടുത്ത ടൈമിലേക്കുള്ള ഷോർട്സിലേക്ക് എടുക്കാറാവും. അത് സെപ്പറേറ്റ് എടുക്കുകയും വേണമല്ലോ, അതാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കല്ല ഉരുളക്കിഴങ്ങ് പൊരിക്കാൻ വേണ്ടിയിട്ട് പാനിൽ വെച്ച് എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് അങ്ങോട്ട് പെറുക്കിയിട്ടു. ഇനി അങ്ങോട്ട് മുരിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ് സംഭവം കേട്ടോ. അപ്പോഴേക്കും ഞാൻ നമ്മുടെ 2-3 ചെറിയുള്ളിയും കൂടെ ഉണ്ടായിരുന്നു കറിക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട്. അത് കൈയോടെ അങ്ങോട്ട് നുറുക്കി വെക്കുകയും ചെയ്തു. ഓരോരോ സമയം ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കില്ല. അതാത് സമയത്ത് കുറച്ച് സമയം കിട്ടുമ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് അപ്പാടെ ചെയ്ത് അങ്ങോട്ട് ഒതുക്കി വെക്കും കേട്ടോ. എന്നാൽ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ റെഡിയായി. അതൊരു പാത്രത്തിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഈ പാത്രത്തിൽ തന്നെ ഞാൻ അങ്ങോട്ട് കറി വറുത്തിടാമെന്ന് വിചാരിച്ചു. ഇനി വേറെ ചട്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ചെറുള്ളി, കുറച്ചധികം ചെറുള്ളി ഉണ്ട്, അത് അങ്ങോട്ട് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് ഇടണം. അപ്പോഴേക്കും നമ്മുടെ മുരിങ്ങയിലൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കറി മാത്രം മതി. ഒരു ഉണക്കമീൻ്റെ കഷ്ണം കൂടെ കിട്ടിക്കഴിഞ്ഞാട്ടല്ലോ ഒരു ചോറുണ്ണ, വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്ന സ്ഥിതിക്ക് നമ്മൾ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു. ആ ഒരു കാര്യവും ശരിയായി. ഇനി മുട്ടയും കൂടെ പൊരിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇത് വേറൊരു സമയത്തേക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഞാനൊക്കെ കൂടെ അങ്ങോട്ട് ഉപ്പേരി പോലെ കുത്തി പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്കുള്ള സവാളയും പച്ചമുളകുമാണ് ഈ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഉണ്ട് അരിഞ്ഞ് റെഡിയാക്കിയിട്ട് എൻ്റെ മറ്റേ ചോപ്പർ എനിക്കൊന്ന് വാങ്ങണം കേട്ടോ മീഷോന്ന്. എൻ്റെ ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ള ചോപ്പറിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരട്ടി പണിയാണ് കേട്ടോ. അത് എടുക്കാൻ വേണ്ടിയിട്ടും കഴുകാൻ വേണ്ടിയിട്ടും ഒക്കെ. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ വേഗം കൊണ്ട് സവാളയൊക്കെ നുറുക്കിയിട്ടിട്ട് 2 മുട്ടയും പൊട്ടിച്ച് അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് ബീറ്റ് ചെയ്ത് വെച്ചു. ചട്ടി അവിടെ വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആ കൂടെ കുത്തി പൊരിച്ച് കഴിഞ്ഞാൽ ആ പരിപാടിയിൽ ഞാൻ അതിൻ്റെ ഇടയിൽ മുരിങ്ങയിലയും കൂടെ ഇടണമെന്ന് വിചാരിച്ചു കേട്ടോ. അത് മറന്നിട്ട് ഞാൻ കറിയിലേക്ക് എല്ലാം കൂടെ വാരി പെറുക്കി ഇട്ടപ്പോഴാണ് ഞാനത് മറന്നുല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ ഇപ്പോൾ മുരിങ്ങ ഉപ്പേരിയും കൂടെ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് അങ്ങോട്ട് കരുതുകയും ചെയ്തു കേട്ടോ. എന്നിട്ടൊക്കെ കൂടെ കുത്തിപ്പൊരിച്ചതാ നമ്മുടെ മുട്ട ചീകിയതും ആയി, കുത്തിപ്പൊരിച്ചതും ആയി. ഒക്കെ കൂടെ ഒരു പ്ലേറ്റിൽ പാത്രങ്ങളിൽ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് എപ്പോഴും പറയണ പോലെ തന്നെ വലിയ പാത്രങ്ങളൊക്കെ നമ്മൾ കയ്യോടെ അങ്ങോട്ട് കഴുകി അങ്ങോട്ട് മാറ്റി വയ്ക്കും. അതാവുമ്പോൾ കാണാനും നല്ല വൃത്തിയാ, പിന്നെ എടുക്കുമ്പോഴും സുഖമാണ് കേട്ടോ. ഈ വലിയ പാത്രത്തിൽ തന്നെ അങ്ങനെ ആകുമ്പോഴേക്കും എന്തോ
കിലോ പോലെയാണ്. അപ്പോൾ അതൊക്കെ ആക്കിയിട്ട് നമ്മൾ ഒന്നും കൂടെ ഇവിടെ ഒരു തുടയും കൂടെ തുടച്ച് കഴിഞ്ഞാലാണ് എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് കൈയോടെ ഒന്നും കൂടെ വൃത്തിയാക്കി തുടച്ചിട്ടു. നമ്മുടെ സ്റ്റൗവ് എത്ര തുടച്ചാലും ഇത്രയും വൃത്തിയാവുള്ളൂ കേട്ടോ, അതിന് കുറച്ച് കാലപ്പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഈ കുക്കിങ്ങിനൊക്കെ വേണ്ടി എടുത്തതായതുകൊണ്ടേ കുറച്ച് പഴക്കമുള്ളതായതുകൊണ്ട് നമ്മൾ എങ്ങനെ തുടച്ച് വൃത്തിയാക്കിയാലും ഇത്ര മിനിക്ക് തന്നെ വരുള്ളൂ. എന്നാലും നമുക്കൊരു സമാധാനമല്ലേ തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ആ ഒരു സമാധാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം ഒരു 8-10 പ്രാവശ്യമൊക്കെ ഈ തുടയ്ക്കൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ വലിയ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ടാണ്. ഇത് കഴുകി വെച്ചിട്ട് എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കണോ ഇരിക്കണ്ടേ എന്നുള്ള രണ്ട് മനസ്സിലാണേ. എനിക്ക് മോട്ടറൊന്നും മേടിക്കണം എന്നുണ്ട്, കുറച്ചും കൂടെ ഇത് കഴിയട്ടെ. എന്നാൽ പിന്നെ ഈ ചവിട്ടുന്നതിൻ്റെ ബോഡി പെയിനും ബാക്ക് പെയിനൊന്നും വരില്ല തോന്നും. എന്താ വെച്ചാൽ അതങ്ങനെ ഇരിക്കണതൊരു സീറ്റിങ്ങിലായാൽ നമ്മൾ മോട്ടർ വെച്ചാകുമ്പോൾ ചവിട്ടണ്ടല്ലോ, മൊത്തം ബോഡി മൊത്തം ഇളകുകയാണ് ഈ ചവിട്ടുമ്പോൾ, കാലും ഊരയും ഒക്കെ. അപ്പോൾ ബോഡി പെയിൻ കൂടുക. അപ്പോൾ അത് കാരണം ഇന്ന് ഇരിക്കണ്ടേ എന്നുള്ള അമാന്തത്തിലാണ് ഞാൻ. എന്തായാലും ഇരുന്നല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ ബോഡി പെയിൻ മാറണില്ല എന്ന് വിചാരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാണ്ടിരിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അത് നമ്മുടെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒന്നും കൂടെ തുടച്ചിട്ട് ഇതുണ്ട്. ഞാൻ അവിടെ മണി പ്ലാന്റ് ആ ഒരു ഇതിൽ വെച്ചിട്ടില്ലേ, അങ്ങനെ കുപ്പി മുറിച്ചിട്ട് വെച്ചതാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പച്ചപ്പ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഓരോ പ്രാന്താണ്. ഇന്ന് കുറച്ച് കഴിഞ്ഞാൽ അവിടേക്കൊക്കെ ഞാൻ മാറ്റി വെക്കും കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ മാറ്റിയും ചെരിച്ചിട്ടൊക്കെ ഞാൻ എങ്ങനെയൊക്കെ ഈ കിച്ചൺ വൃത്തിയാക്കി എടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നോക്കും. പക്ഷേ കിച്ചണൊന്നും വൃത്തിയാവണം മട്ടൊന്നുമില്ല കേട്ടോ. പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് തോന്നുന്നു. പിന്നെ ഇതൊക്കെ ഏതോ കാലത്തുള്ള വീടാണ് തോന്നുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വൃത്തിയും കാര്യങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ വൃത്തിയാക്കുക അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മാമുണ്ണാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. നമ്മുടെ മുരിങ്ങ കൂട്ടാനും പിന്നെ മുട്ട പൊരിച്ചതും ഉരുളക്കിഴങ്ങ് പൊരിച്ചതും ഒരു മുളക് വറുത്തതും നാരങ്ങച്ചാറും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇന്നൊരു പിടി പിടിക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 10-1/2 മണിക്കൂർ ഇരുന്നിട്ട് ഈ എഡിറ്റിങ്ങും കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് 4 മണിക്ക് ഷോർട്സ് എടുക്കാനും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്കൊരു റെസ്റ്റ് എടുക്കണമെങ്കിൽ ഒരു ദിവസം 2-3 വീഡിയോ ഒക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ വലിയ പാടൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ഒരുപാട് കൂട്ടുകാർ സബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുകയല്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മഴ എല്ലായിടത്തും മഴ ഉണ്ടാവും. വെള്ളം കയറുന്ന ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ പേടിയാണ് അവർക്ക്. പെട്ടെന്ന് അവിടെ നിന്ന് വീടൊക്കെ ഒഴിഞ്ഞ് മാറി വേറെ സ്ഥലത്തൊക്കെ പോയി നിൽക്കേണ്ടൊക്കെ വരും. അപ്പോൾ അവരൊക്കെ സേഫായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.